ഇന്നലെ ഞാൻ നേപ്പാളിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, അതിൽ ഞാൻ കൃത്യമായിട്ടൊരു കാര്യം ഓർമ്മിപ്പിച്ചു. നേപ്പാളിലെ സോഷ്യൽ മീഡിയ ബാൻ ഗവൺമെൻറ് റിവോക്ക് ചെയ്തില്ല എങ്കിൽ ആ ഗവൺമെൻറ് തെറിക്കുമെന്ന് പറഞ്ഞിട്ട് ഏകദേശം 12 മണിക്കൂർ പോലും ആയില്ല. ഇന്ന് രാവിലെ തന്നെ ഗവൺമെൻറ് ആ സോഷ്യൽ മീഡിയ ബാൻ ഏകദേശം 26ഓളം അമേരിക്കൻ ആപ്പുകളാണ് അത് മുഴുവനും ബാൻ മുഴുവനും റിവോക്ക് ചെയ്തു. അതായത് അത് നിലവിൽ വന്നു. ഈ സമയത്ത് മനസ്സിലാക്കേണ്ടതാണ്, ചൈനീസ് ഉടമസ്ഥയിലുള്ള ടിക്ടോക്കും മറ്റുള്ള സംഭവത്തിനും അവിടെ ബാൻ ഇല്ലായിരുന്നു. അമേരിക്കൻ കമ്പനികൾക്കെതിരെയാണ് ബാൻ വന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ പേര് ഉപയോഗിക്കുന്നത് ഈ അമേരിക്കൻ ബേസ്ഡ് ആപ്പുകൾ. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ പേര് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഈ സംഘപരിവാറൊക്കെ അമേരിക്കയെ പറ്റി പറയുമ്പോൾ അമേരിക്കയുടെ ആപ്പിലും അവൻ്റെ പ്ലാറ്റ്ഫോമിലും ഇരുന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത് മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഈ അജിറ്റേഷൻ, അതായത് ഡെഡ്ലി അജിറ്റേഷനാണ് നേപ്പാളിൽ നടന്നത്. അവരുടെ പാർലമെൻറ്റ് ബിൽഡിംഗ് സ്റ്റോം ചെയ്തു, അതിൻ്റെ അകത്ത് കയറി അവിടുത്തെ ഗവൺമെൻറ് ഓഫീസുകൾ അടിച്ചു പൊളിച്ചു, പല ഗവൺമെൻറ് ജീവനക്കാരെ തടവിലാക്കി, പോലീസിനൊന്നും ചെയ്യാൻ പറ്റാതായി. അതാണ് ഡെഡ്ലി അജിറ്റേഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പിന്തുണയോടുകൂടി ചെയ്തതേ അല്ല ഇത്. അവിടെ ഒരു ആൻറ്റി കറപ്ഷൻ മൂവ്മെൻ്റ് ഉണ്ടായി. ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. നിങ്ങൾക്കറിയാം, ആം ആദ്മി പാർട്ടി തുടക്കത്തിലുണ്ടായത് ആൻറ്റി കറപ്ഷൻ മൂവ്മെൻ്റാണ്, ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ. ആ മൂവ്മെൻ്റാണ് ബേസിക്കലി മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയെ താഴെയിട്ടത്. BJP കയറി വരുന്നത്, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും സോഷ്യൽ മീഡിയ പ്രോഡക്റ്റാണ്, അമേരിക്കൻ ആപ്പുകളുടെ പ്രോഡക്റ്റാണ് ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും. ഇന്ത്യൻ മീഡിയ ഇതൊക്കെ കണ്ടിട്ട് പറഞ്ഞ സംഭവം ഇന്നലെ രാത്രിയിലുള്ള ഡിബേറ്റ് എങ്ങനെയായിരുന്നു? അതായത് പ്രക്ഷോഭകർക്കെതിരെ നടപടിയെടുക്കണം, ഇന്ത്യ ഗവൺമെന്റ് ഇടപെടുമെന്ന് പറഞ്ഞ വിഡ്ഢികൾ പറഞ്ഞു. കാരണം ഇന്ത്യയിലെ ഗോതി മീഡിയ പേടിച്ചു പോയി. എന്നിട്ട് നേപ്പാളിലുള്ള മീഡിയ ഇല്ലയോ, അത് ആലോചിച്ചോണം. അതായത് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന മീഡിയ, അതിൻ്റെ ഓഫീസുകളെല്ലാം അടിച്ചു പൊളിച്ച് ദൂരെ കളഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഇന്ത്യയിലോട്ടാണ് വരാനുള്ള പോസിബിലിറ്റി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കണ്ടാണ് ശ്രീലങ്കയിൽ എന്താ ഉണ്ടായെന്ന്. അവിടെ സോഷ്യൽ മീഡിയ കൂടാണ് ഈ സംഭവം കയറി വരുന്നത്. അവിടുത്തെ ഗവൺമെൻറ് മീഡിയ മുഴുവനും, ഗവൺമെൻറ് മീഡിയ അവിടുത്തെ മറ്റുള്ള ചാനൽസ്, ന്യൂസ് പേപ്പറും എല്ലാം ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യും, ഗവൺമെൻറ് പേടിക്കുക, ഗവൺമെൻറ് ആക്ഷൻ എടുക്കും. ഇത് തന്നെയല്ലേ ബംഗ്ലാദേശിലുണ്ടായത്? ബംഗ്ലാദേശ് ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്ന മീഡിയയ്ക്ക് മാത്രമേ പ്രവർത്തിക്കാൻ അനുവാദം കൊടുത്തിട്ടുള്ളൂ. അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ, ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ എന്തെങ്കിലും, അവാമി ലീഗിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ആ മീഡിയ അടപ്പിക്കുമോ? എന്നിട്ട് അവാമി ഷെയ്ഖ് ഹസീന ജീവനും കൊണ്ട് ഓടിയ ഇന്ത്യയിൽ വന്നത്. ഇതാണ് ജനങ്ങൾ ഇളകിയ പ്രശ്നം. അതേപോലെയാണ് ഇപ്പം നേപ്പാളിലുണ്ടായത്. ഇതുകൊണ്ടൊന്നും നേപ്പാളിലെ ഇഷ്യൂ മാറുന്നില്ല. പുതിയ ജനറേഷൻ്റെ അജിറ്റേഷനാണ്, ഡെഡ്ലി അജിറ്റേഷൻ. ഈ പറയുന്ന OP ശർമ്മ, അവിടുത്തെ KP ശർമ്മ എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇന്ത്യയിലോട്ട് വിളിച്ചുകൂടോ സാധനം? ഇതാണ് അൾട്ടിമേറ്റ് ആയിട്ട് ഉണ്ടാകാൻ പോകുന്നത്. എന്താണ് ഇന്ത്യൻ ഗോതി മീഡിയയ്ക്ക് പേടി? നാളെ ഇത് ഇന്ത്യയിലുണ്ടാകും. ഇന്ത്യയിലുണ്ടാകാൻ സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴത്തെ ഇന്ത്യയുടെ പല ഡെവലപ്മെൻറ്റും, അതായത് ഇന്ത്യയുടെ ഈ പറയുന്ന അമേരിക്കൻ ടാരിഫും ഗ്ലോബലായിട്ടുള്ള ഇഷ്യൂസും, ഇന്ത്യയിൽ ഇത്രയും ആൾക്കാർക്ക് ജോലി പോകുമ്പോഴും ഈ ചെറുപ്പക്കാർക്കെതിരെ, അതായത് അവരുടെ പ്രതീക്ഷ മുഴുവനും പോവുകയാണ്. അവർക്ക് വിദേശ രാജ്യങ്ങളിൽ പോകാൻ പറ്റത്തില്ല, അവിടെ ബാനായി. അവിടെ ഈ പ്രധാനമന്ത്രി ഈ BJPയും കാണിച്ച അലമ്പ് കൊണ്ട് അമേരിക്ക കയറാൻ പറ്റാതായി. യൂറോപ്പിലെ ആന്റി ഇമിഗ്രേഷൻ ഇന്ത്യക്കാർക്കെതിരെ പ്രശ്നമായി, ന്യൂസിലാൻഡ് പ്രശ്നമായി, ഓസ്ട്രേലിയ പ്രശ്നമായി, യൂറോപ്പിൽ മുഴുവനും പ്രശ്നമായി. പിന്നെ ഈ ചെറുപ്പക്കാർ എവിടെ പോയി ജോലി ചെയ്യും? ഇന്ത്യയിൽ അവർക്ക് ജോലി കൊടുക്കാൻ ജോലിയുണ്ട്. ഇതൊക്കെ തള്ളല്ലയോ ഈ പറയുന്ന ഇത്ര % ജോലി എന്നൊക്കെ പറയുന്നത്?
ഈ ടാരിഫ് അങ്ങോട്ട് 50 ഇതിന്റെ എഫക്റ്റ് അങ്ങോട്ട് കയറി വരട്ടെ, നിങ്ങൾ കണ്ടോണം. ഇതൊക്കെ ഞാൻ പ്രഡിക്റ്റ് ചെയ്ത് പറയാം. ഇന്നലെ നേപ്പാളിന്റെ കാര്യം കൃത്യമായിട്ട് ഞാൻ പ്രഡിക്റ്റ് ചെയ്ത് പറഞ്ഞു. അതുണ്ടെങ്കിൽ അവിടെ തെറിക്കും. ഇതാണ് ജനാധിപത്യ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ സംഭവം. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഈ കസേരയിൽ ഇരിക്കുന്നവനും ഈ തള്ളൊക്കെ നടത്തുന്നവനും അവനെ പിന്താങ്ങുന്ന ഗോദി മീഡിയ, അതിനൊക്കെ ആയുസ് കുറവാ. നേപ്പാളിലുണ്ടായിരുന്നറിയാമല്ലോ, ഈ ഗോദി മീഡിയയുടെ ഓഫീസൊക്കെ അടിച്ച് പൊളിച്ച് നാശം എല്ലാം ഇറങ്ങി ഓടി. അത് ഇന്ത്യയിൽ സംഭവിക്കും. നാളെ ഈ അർണബ് കോസാമിയും കീസാമിയും എല്ലാം ഓടുന്നത് കണ്ടോണം. ഇത് പറയുന്നത് ഞാൻ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. കാരണം ലോകത്ത് ഇത് ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടാകും. ഇതിന് നിങ്ങൾ ഡീപ് സ്റ്റേറ്റിൽ നിന്ന് ആ സ്റ്റേറ്റിൽ നിന്ന് ഈ സ്റ്റേറ്റിൽ നിന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ഒരു സാധാരണക്കാരൻ്റെ വോട്ട് മോഷ്ടിച്ചിട്ട് അതിൻ്റെ വോട്ടുകളെല്ലാം മാറ്റിയിട്ട് അതിനകത്ത് കള്ളപ്പേര് ചേർത്തിട്ട് ആൾക്കാരെ വിജയിപ്പിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇന്ത്യ അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന്? അതാണ് ബീഹാറിൽ നടന്ന ചലനം എന്ന് പറയുന്നത്. ആ മൂവ്മെന്റിനെ ഇവിടുത്തെ ഗോദി മീഡിയയും BJP സപ്പോർട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഒതുക്കാൻ ശ്രമിച്ചു. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ സ്പോണ്ടേനിയസ് റിയാക്ഷൻ അത് ഇവന്മാർ ഞെട്ടിപ്പോയി. ഇതാണ് യാഥാർത്ഥ്യം. ഇത് ഇന്ത്യയിലും ഉണ്ടാകും. സാധാരണക്കാരൻ ജനാധിപത്യ വിശ്വാസികളെ വഞ്ചിച്ചു. അവിടെയാണ് സുപ്രീം കോടതി ഇടപെടുന്നത്. സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷന് അട്ടിയാണ്, തലക്കടിയാണ് കൊടുത്തേക്കുന്നത്. മറ്റുള്ള ഇത്ര സാധനം വെച്ച് അവൻ വോട്ട് ചെയ്താണ്. അവൻ്റെ വോട്ട് മാറ്റാനൊന്നും ഈ ഇലക്ഷൻ കമ്മീഷന് ഈ പറയുന്ന ഭരിക്കുന്ന പാർട്ടിക്കൊന്നും ഒരു പരിപാടിയും നടക്കത്തില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ കോടതി ഇടപെടാനുണ്ടായ കാരണം? കാരണം കോടതിക്കറിയാം ഇത് ഇവരുടെ കസ്റ്റഡിയിൽ നിന്നും നിൽക്കുന്ന സംഭവമൊന്നുമല്ല. കാരണം ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് കോടതി. ആ കോടതിക്കും ഈ പറയുന്ന ഇതിന് ഗവൺമെന്റ് അനുകൂലമായിട്ട് ചില വിഡ്ഢിത്തരമായ തീരുമാനങ്ങൾ വന്നാൽ ഈ കോടതി പോലും നിലനിൽക്കില്ല. അതാണ് ജനാധിപത്യത്തിന്റെ പവർ എന്ന് പറയുന്നത്. ജനാധിപത്യത്തിന്റെ പവർ കൊണ്ട് തന്നെയാണ് മോദി അധികാരത്തിൽ വരുന്നത്, ഒരു സംശയമില്ലാത്ത കാര്യം. പക്ഷെ പിന്നീട് അറിയാൻ സാധിക്കുന്നു മൂന്നാമത്തെ പ്രാവശ്യവും അധികാരത്തിൽ വരുന്ന കള്ളത്തരവും കപടതയും കൊണ്ടാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ജനങ്ങൾ റിയാക്ട് ചെയ്യും. അതാണ് അതിൻ്റെ പ്രശ്നം. ജനങ്ങൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നേപ്പാളിൽ നടന്നത്, എങ്ങനെയാണ് ബംഗ്ലാദേശിൽ നടന്നത്, എങ്ങനെയാണ് ഈ പറയുന്ന ശ്രീലങ്കയിൽ നടന്നത്, ഇന്ത്യയിൽ നടക്കാം. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളിലാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഈ ഗൂർഖയായിട്ട് ഇന്ത്യക്ക് പഴയ ബന്ധമുണ്ട്. ഇന്ത്യൻ സൈന്യത്തിൽ ഒരു ഗൂർഖ റെജിമെൻ്റ് ഉണ്ട്. ഇന്ത്യ അതായത് മനസ്സിലാക്കേണ്ട പ്രധാന ഘടകം, ഇന്ത്യയിലെ RSSുമായിട്ട് ബന്ധമുള്ളതാണ് നേപ്പാളി, അതായത് നേപ്പാളി ഹിന്ദുക്കൾ. വളരെ കോൺക്രീറ്റ് ബന്ധമാണുള്ളത്. അതിനെപ്പോലും തള്ളിമറിച്ചു. പുതിയ ജനറേഷന് ഈ പറയുന്ന ഈ സംഭവങ്ങളൊന്നുമില്ല. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജോലി വേണം, അവർക്ക് എഡ്യൂക്കേഷൻ വേണം, ഈ കറപ്ഷൻ പാടില്ല. അതാണ് ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് ഈ പശു മൂത്രം ചാണകം എന്ന് പറയുന്നതിനെ കണ്ടുകൂടാ. അതിനെ പൊക്കി നടക്കുന്ന ഈ സംഘപരിവാറിനെ കാണുമ്പോൾ അവന്മാർക്ക് പുച്ഛമായി സംഭവം. കാരണം അവർക്കറിയാം ഇത് ചാണകമാണ്, ഇതിനകത്ത് പ്ലൂട്ടോണിയം ഉണ്ടാകാൻ പറ്റത്തില്ല, പശുവിൻ്റെ മൂത്രം കഴിച്ചാൽ ക്യാൻസർ മാറാൻ പറ്റത്തില്ല. അവർക്കറിയാം, അവർ എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് ഈ കാര്യത്തെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ട്. ഡിജിറ്റൽ ജനറേഷനാണ്. അപ്പൊ അവരെ ഈ പൊട്ടത്തരം കാണിക്കുമ്പോഴാണ് അവർ തള്ളിക്കളയുന്നത്. ഈ പശുവിൻ്റെ ഇഷ്യൂ ഒക്കെ നേപ്പാളിലും ഉണ്ട്. അവർ ഈ പശുവും ചാണകം എന്നൊക്കെ പോയിക്കൊണ്ട് നടക്കാറുണ്ട്. അതിനെ മൈൻഡ് ചെയ്തു. നിങ്ങൾ കണ്ടോ വേവ് ഉണ്ടായത് നേപ്പാളിൽ? അത്രയും ഒരു മൂവ്മെന്റ് സോഷ്യൽ മീഡിയയിൽ കൂടെ. കാരണം ഇതെല്ലാം ബാൻ ചെയ്തിട്ടും ടിക്ടോക്കിൽ കൂടെ കയറി വന്നതാണ് ഈ സാധനം. ഇത് അവിടെ ഓരോ സിറ്റികളിലങ്ങ് കത്താൻ തുടങ്ങി. നേപ്പാളി പ്രധാനമന്ത്രിയുടെ അയാളുടെ വീട്, അതായത് 400 കിലോമീറ്റർ ദൂരെയാണ്, അതിന് ചുറ്റും അങ്ങ് വളഞ്ഞു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തമാശയൊന്നുമല്ല ഇത്. നാളെ ഇന്ത്യയിലും ഉണ്ടാകും. കാരണം ഞാൻ ആം ആദ്മി പാർട്ടിയുടെ മൂവ്മെന്റ്, നിർഭയ മൂവ്മെന്റ് ഞാൻ കണ്ടതാണ് ഡൽഹിയിൽ. എത്ര പെട്ടെന്ന് ആ മൂവ്മെന്റ് സ്ട്രെങ്തൻ ചെയ്തത്. അതേപോലെ
ആൾക്കാരുടെ വോട്ടടിച്ച് മാറ്റുക, കപടത കാണിക്കുക, ജനങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കുക, ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാതിരിക്കുക, അവർക്കൊരു ഹോപ്പും കൊടുക്കാതിരിക്കുക ഇന്ത്യയിൽ ഉണ്ടാകത്തില്ല. ഉറപ്പായിട്ടും ഉണ്ടാകും. അത് മോദിക്കും അറിയാം. അതുകൊണ്ടാണ് മോദിയും ഭയന്നിരിക്കുന്നത്. ഈ നേപ്പാളാണെങ്കിലും ഈ പറയുന്ന ബീഹാറിലുണ്ടായ റാലിയും BJPയും ഭയന്നിരിക്കുക. BJPയുടെ പല MP മാരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അവർക്കും അതിനകത്ത് വലിയൊരു ശതമാനം, ഞാൻ അറിഞ്ഞെടുത്തോളം എന്നോട് സംസാരിച്ച 3-4 BJP MP മാർ പറഞ്ഞത് അവർ നരേന്ദ്രമോദിയുടെ ഫോൺ പോലും ഇപ്പോൾ എടുക്കത്തില്ല. ഈ വൈസ് പ്രസിഡന്റുമായിട്ട് നടന്ന ഇലക്ഷനിൽ മോദി അവരെ നേരിട്ട് ഫോൺ ചെയ്യാനും പല കാര്യങ്ങളും അവരുടെ സ്റ്റേറ്റുകളിൽ വരുന്ന പരിപാടിക്ക് അവിടെ വരാനൊക്കെ പറഞ്ഞു. അവർ ഫോൺ പോലും എടുത്തില്ല. അത് പറഞ്ഞത് 2-3 പേർക്ക് വേണ്ടിയൊന്നുമല്ല BJP ഇന്ത്യ എന്ന് പറഞ്ഞ പാർട്ടി എന്ന് പറയുന്നത്. ഈ പാർട്ടി ഇന്ത്യക്ക് വേണ്ടി. അതിനൊക്കെ മേളിൽ കയറി കളിച്ചു കഴിയും ഞങ്ങളങ്ങ് വിട്ടുകളയും. ഇതെന്നോട് 3-4 BJP MP എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. കാരണം അവർക്ക് പഴയ പോലെ മോദി സംഭവമൊന്നും ഇപ്പോഴില്ല. അവർക്കറിയാം ഈ മനുഷ്യൻ്റെ പോക്ക് ശരിയല്ല. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഇതുണ്ടായത്. അതും കപടതയായിട്ട് മുഴുവനും മറച്ചു വെച്ചു. നിങ്ങൾക്ക് എത്ര നാൾ സത്യം മൂടി വെക്കാൻ പറ്റും? എത്ര നാൾ ഈ ഗോധി മീഡിയയെ കൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ സാധിക്കും? എൻ്റെ ചോദ്യമാണ്. ഇതിനൊക്കെ ഒരു ടൈം, ഒരു ഷോർട്ട് സ്പാനേ ഉള്ളൂ. എത്ര നാൾ ഈ ഗോധി മീഡിയ മോദി എന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് കിടക്കും? ഈ ജനാധിപത്യ വിശ്വാസികൾ എന്ന് പറയുന്നത് അവർ വളരെ സ്മാർട്ടാണ്. ഇപ്പോൾ ഭരിക്കാനിരിക്കുന്ന വോട്ട് ചെയ്ത് MP ആയി MLA ആയി പോകുന്നതിനേക്കാൾ സ്മാർട്ടാണ് ഇവർ. അതാണ് RSS ആ ടോൺ അങ്ങ് മാറ്റിയത്. കാരണം RSSന് ഗ്രൗണ്ട് പിടികിട്ടി. കാരണം ഇന്ത്യ ഗവൺമെന്റിനെതിരെയാണ് ഇന്ത്യയിലെ പൊതുവികാരം. ഇതിനകത്ത് ഏത് ഹിന്ദുത്വ കാർഡ് കളിച്ചാലും വിജയിക്കാൻ പറ്റത്തില്ല. ഇത്രയും നാളും ആന്റി മുസ്ലിമും പാകിസ്ഥാനും കളിച്ചു. അത് ഇനിയും കളിക്കാൻ പറ്റത്തില്ല. മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ട് ഇന്ത്യയിൽ. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ സംഭവം നാളെ ഇന്ത്യയിൽ വരാം. ഇത് വലിയ ദൂരമുള്ള സംഭവമൊന്നും അല്ല. ഈ പറയുന്ന ബംഗ്ലാദേശിലും നേപ്പാളിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ശ്രീലങ്കയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാളെ ഇന്ത്യയിൽ ഉണ്ടാകാം. കാരണം തൊഴിലില്ലായ്മ വലിയ ഇഷ്യൂ ആണ് ഇന്ത്യയിൽ ഇപ്പോഴും. ഈ അമേരിക്കൻ ടാരിഫും വന്നു കഴിഞ്ഞ് IT മേഖല, പിന്നെ മറ്റുള്ള മേഖല, ഇവിടെ ഒന്നും തൊഴിലില്ല. ഈ ആഹാരം കഴിക്കാതിരിക്കുമ്പോഴും ഒരു പരമ വിഡ്ഢി പറഞ്ഞു, അതിന് ഒരു കമന്റ് വായിച്ചു, ഞങ്ങൾ ചമ്മന്തിയും കഞ്ഞിയും കുടിച്ച് ജീവിച്ചു. നിനക്ക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി തേങ്ങ എവിടുന്ന? അതിനകത്ത് മുളക് വേണം, ഈ മിക്സി വർക്ക് ചെയ്യണം, അതിന് കറണ്ട് എവിടുന്ന? ഇതെന്തോ നീ മേളിൽ നൊലത്തു? ഈ മണി മാറ്റേഴ്സ് ആണ്. ജോലി മാറ്റർ ചെയ്യും. ഇതിനെല്ലാം പണം വേണം. ആഹാരത്തിന് പണം വേണ്ട. ഫ്രീ ആയിട്ട് ആരും ആഹാരം തരൂ? ഇതൊന്നും ഫ്രീ അല്ല. ജോലി ചെയ്തേ മതിയാവത്തുള്ളൂ. ജോലി ചെയ്യണമെങ്കിൽ ജോലി വേണം. ജോലിയില്ല. പിന്നെ അടുത്ത ഓപ്ഷൻ എന്തുവാ? ചില ആൾക്കാരൊക്കെ വിദേശത്തെ ഓപ്ഷൻ കഴിഞ്ഞു. പിന്നെ തെരുവിലാണ് ഇറങ്ങുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാരണം. അതാണ് ശ്രീലങ്കയെ കണ്ടത്, അതാണ് ബംഗ്ലാദേശിൽ കണ്ടത്, അതാണ് ഈ നേപ്പാളിൽ കണ്ടത്. നേപ്പാളിൽ കറപ്ഷനും അൺഎംപ്ലോയ്മെന്റും ഒക്കെ ഹൈ ആയി. നിങ്ങൾക്ക് ചെറുപ്പക്കാരെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. അവർക്ക് നിങ്ങൾ പശുവും ഹിന്ദുത്വയും ചാണകവും പശുവിൻ്റെ മൂത്രവും ഒന്നും കൊടുത്താൽ അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ല. അത് നിങ്ങളോട് കുടിച്ചോളാൻ പറയും. അവൻ ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കണം. അവൻ്റെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ അസ്തമിക്കുകയാണെങ്കിൽ അവൻ തെരുവിലിറങ്ങും. ആരാണ് ഭരിക്കുന്നതിന് അവൻ്റെ ഗിൽത്താക്കി പിടിക്കും. ഇത് ലോകത്തൊക്കെ ഉണ്ടാകുന്ന സത്യങ്ങളാണ്. നിങ്ങൾക്ക് കള്ളത്തരവും കപടതയും പറഞ്ഞ് ഒരു ഷോർട്ട് സ്പാനിലെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ രാജ്യസ്നേഹവും ഹൈപ്പർ പാട്രിയോട്ടിസം ഒരു ഷോർട്ട് ടൈമിലേ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അവനെ സാറ്റിസ്ഫൈ ചെയ്തേ മതിയാവത്തുള്ളൂ. അവൻ്റെ ഹോപ്പും അവൻ്റെ പ്രതീക്ഷയും അവൻ എന്താണ് ഈ രാജ്യത്തിൽ നിന്നും കിട്ടുന്നത് അതവന് കൊടുത്തില്ല എങ്കിൽ അവൻ നാളെ നിന്നെ ഇറക്കും. ഈ പറയുന്ന ഗോധി മീഡിയകളൊക്കെ അടിച്ചവനങ്ങ് പൊളിക്കും. ഇത് ലോകത്തെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യയിലും ഉണ്ടാകും. അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആ സത്യത്തെ ആർക്കും കുഴിച്ചു മൂടാൻ പറ്റത്തില്ല. നേപ്പാളാണ് മുമ്പിൽ നിൽക്കുന്ന സത്യം.
വരാനുള്ള 4-5 ദിവസം കഴിഞ്ഞ് നേപ്പാളി പ്രധാനമന്ത്രി ഓടി ഇന്ത്യയിൽ വരും. അതും ഉണ്ടാകാൻ പോവുകയാണ്. കാരണം അവർക്ക് അയാൾക്കൊന്നും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം ചെറുപ്പക്കാർ അവിടുത്തെ ജനങ്ങളും ഒന്നായി. ഒരു അഡ്മിനിസ്ട്രേഷൻ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കും എന്ത് ചെയ്യും? ഇതാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ഉണ്ടായത്. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ പിന്നെ എന്ത് പറഞ്ഞിട്ട് നടന്നില്ല. അവസാനം രായ്ക്ക് രാമാണ് അവർ നാട് വിട്ടു. ഇതാണ് നേപ്പാളിൻ്റെ പ്രധാനമന്ത്രിക്ക് ഉണ്ടാകുന്നത്. എൻ്റെ ഒരു സംഭവം എന്ന് ഞാൻ ഈ പറയാൻ കൺക്ലൂഡ് ചെയ്തൊരു പാർട്ട്, ഇത് ഇന്ത്യയിലും വിദൂരമല്ല. ഇന്ത്യയിലും വിദൂരമല്ല. നിങ്ങൾ ജനങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിച്ച കള്ളത്തരവും ഹൈപ്പർ നാഷണലിസവും ഈ പറയുന്ന ഫേക്ക് പാട്രിയോട്ടിസവും ഒക്കെ പറയുന്നതിനൊക്കെ പരിധിയുണ്ട്. നിങ്ങൾ ജനങ്ങൾക്ക് ഹിതമായിട്ട് എതിരായിട്ട് പ്രവർത്തിച്ച് ഇവിടെ മറ്റുള്ളവരെ അടിച്ചമർത്തുവാൻ ശ്രമിക്കുകയാണെങ്കിൽ, അതായത് സ്വാതന്ത്ര്യ ഈ ജനാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ടതാണ് ഒരു മനുഷ്യൻ്റെ ഫ്രീഡം ഓഫ് സ്പീച്ച്. അവൻ തെറ്റുകളെ ചൂണ്ടിക്കാണാൻ അതിനെ അടയ്ക്കാനും തൊലയ്ക്കാനും ബാൻ ചെയ്യാനും ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മോദി സർക്കാരല്ല ഏത് കുഴപ്പ സർക്കാരായാലും താഴെ പോകും. അതാണ് ഞാൻ പറഞ്ഞത്, 1 വർഷമേ ഉള്ളൂ ഇതിന് സമയം. ആ സമയം 1 വർഷത്തിനുള്ളിൽ ഈ സാധനം താഴെ പോയിരിക്കും. കാരണം ആ രീതിയിലാണ് ഗവൺമെൻറ് പോകുക. അല്ലെങ്കിൽ ഗവൺമെൻറ് പൂർണ്ണമായിട്ടും ഈ കപടതകളൊക്കെ മാറ്റണം. ട്രാൻസ്പാരൻ്റ് സൊസൈറ്റി ഉണ്ടാക്കണം. ഏകാധിപതിയാകാൻ ശ്രമിക്കരുത്. ഒരിക്കലും ചൈനയെ പോലെ ഇന്ത്യയിൽ ഉണ്ടാകാൻ സമ്മതിക്കില്ല. കാരണം ജനാധിപത്യം ആസ്വദിച്ച് ജീവിക്കുന്നവരാണ് ഇന്ത്യക്കാർ. അവൻ്റെ മേളിൽ ഈ ഏകാധിപത്യ രീതിയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചവറ്റുകോട്ടയിലായിരിക്കും സ്ഥാനം. വീണ്ടും പറയുന്നു, തൊലഞ്ഞ് നാശമായി പോകും. ചിലപ്പോൾ BJP പോലും ചരിത്രത്തിൻ്റെ ഭാഗമായി മാറും. ഹിന്ദുത്വം എന്ന് പറഞ്ഞ സാധനങ്ങൾ ഇല്ലാതാകും. കൃത്യമായിട്ട് പറയാം, നിങ്ങൾ ഇന്ത്യക്കാരനെ വെല്ലുവിളിക്കരുത്. ഇന്ത്യക്കാരനെ വെല്ലുവിളിച്ച ഒട്ടുക്കലത്തെ പണി അവൻ കൊടുക്കും. അതാണ് ബീഹാറിൽ രാഹുലിന് ഇത്രയും, അല്ല രാഹുൽ ഗാന്ധിയുടെ ഗ്ലാമറൊന്നും അല്ല ഈ സംഭവം. രാഹുലിന് ഇത്രയും സപ്പോർട്ട് ചെയ്തതിൻ്റെ കാര്യം മനസ്സിലാക്കുക. ഗ്രൗണ്ട് അത്രയും സപ്പോർട്ട് രാഹുൽ ഗാന്ധിക്ക് ആ റാലിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ വരാൻ പോകുന്ന ദിവസങ്ങൾ ഇന്ത്യയിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടാകുന്നത്. ആ വലിയ മാറ്റം, കാരണം ഈ ബീഹാർ എന്ന് പറയുന്നതും നേപ്പാളിൻ്റെ ബോർഡറാണ്. അറിഞ്ഞിരിക്കണം. അവിടുന്ന് ഇങ്ങോട്ടൊന്നും കയറാൻ വലിയ സമയമൊന്നും എടുക്കത്തില്ല, വലിയ വർഷങ്ങളൊന്നും എടുക്കത്തില്ല, ദിവസങ്ങൾ മാത്രമേ എടുക്കത്തുള്ളൂ. കരുതിയിരിക്കുക, ഇന്ത്യയിലും ഇത് പ്രതീക്ഷിക്കാം.